മക്കളെ, അപ്പൊ നമ്മുടെ മലയാളം ഫസ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എന്താണ് ആസ്വാദനക്കുറിപ്പ് എഴുതാന്നുള്ളത്. അപ്പൊ മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാത്തൊരു ചാപ്റ്റർ ആണ് കിട്ടിയതെങ്കിലും അല്ലെങ്കിൽ അറിയാത്തൊരു പോമാണ് കിട്ടിയത്, ഒരു കവിതയാണ് കിട്ടിയത്, അങ്ങനെയാണെങ്കിൽ അത് വെച്ച് എങ്ങനെ ആസ്വാദനക്കുറിപ്പ് എഴുതാമെന്നാണ് മിസ് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് കിട്ടിക്കഴിഞ്ഞാലും അടിപൊളിയായിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ എന്ത് എഴുതണം, കവിതയുടെ പേര് എഴുതണം. കവിതയോ കഥയോ, സാധാരണ ആസ്വാദനക്കുറിപ്പ് കവിതയ്ക്കാണ് വരിക. അപ്പൊ നമുക്ക് കിട്ടിയ കവിതയുടെ പേരെന്താണ്? അപ്പൊ മിസ് പറയാണ് എന്താണ്, താമര. ഓക്കെ, അപ്പൊ താമര എന്നാണ് എൻ്റെ കവിതയുടെ പേരെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് എഴുതണം, നമ്മുടെ കവിയെ കുറിച്ച് എഴുതണം. ആരുടെയാണ്? അപ്പൊ അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ആരെഴുതിയതാണ് ഈ കവിത. അപ്പൊ തൽക്കാലം മിസ് പറയാണ് താമര എന്ന് പറയുന്ന കവിത എഴുതിയത് മിസ്സാണ്. അപ്പൊ മിസ്സിന്റെ പേരെന്താ, അർച്ചന. അപ്പൊ മിസ് എന്ത് പറയും, അർച്ചനയുടെ കവിതയാണ് അല്ലെ, ആരുടെ കവിതയാണെന്ന് നമ്മൾ എഴുതണം. അപ്പൊ മിസ് എന്ത് എഴുതും, അർച്ചനയുടെ കവിതയാണ് എന്ത്, നമ്മളുടെ താമര. ഓക്കെ, അടുത്തത് നമുക്കിനി ശ്രദ്ധിക്കണം, ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ആസ്വാദനക്കുറിപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പം എന്തായാലും കവിത നല്ല ഭംഗിയുള്ള കവിത ആയിരിക്കില്ലേ. അപ്പൊ അർച്ചന എഴുതിയ ഒരു നല്ല ഭംഗിയുള്ള കവിതയാണ് താമര എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും, നിങ്ങൾ ഈ സിനിമയിലെ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ പറയില്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതും, എനിക്ക് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇവയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ 2 ലൈൻ എഴുതി വെക്കാം. അതിനുശേഷം എന്താണ് ഇതിനകത്തുള്ള പ്രധാന ആശയം, വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് എന്ത് കൊടുക്കാം, നമ്മുടെ പ്രധാന ആശയം എന്താണെന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കൊടുക്കാം. ഈ കവിതയിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കവിതയിൽ എന്താണ് പറയുന്നതെന്നുള്ളത് നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമതായിട്ട് എന്ത് കൊടുക്കും, നമ്മുടെ ആശയം എന്താണ്. അപ്പൊ ഞാൻ താമരയെ കുറിച്ചാണ് എഴുതിയത്. അപ്പൊ താമര നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് അല്ല, അതിനകത്ത് പിന്നെ കവിതയിൽ ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് അതൊന്ന് ചുരുക്കി ഇവിടെ എഴുതാം. നിങ്ങൾ അതിനെ ആസ്വദിക്കണം. നമ്മൾ ഒരാളുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ നമ്മൾ എന്ത് ഭംഗിയാണ് അതല്ലേ, ഇതിന് ഇങ്ങനെയുണ്ട്, ഈ പൊട്ട് അങ്ങനെയാണ്, ഈ സാരി ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അതേപോലെ ആ കവിതേനെ നിങ്ങൾ ആസ്വദിച്ചിട്ട് അതിൻ്റെ ആശയം എഴുതണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ കൊടുക്കാം. മൂന്നാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ ആശയം പറയുന്നു, മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ആ കവിതയിൽ ഇഷ്ടപ്പെട്ട വരി. ഇപ്പൊ നമ്മൾ ഒരാളുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ മാലയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ സാരിയാണ്, അങ്ങനെ പറയില്ലേ. അതേപോലെ മൂന്നാമതായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട വരികൾ പറയാം. അതിനടുത്തതോ, ഈ കവിതയിൽ നമ്മൾ പഠിക്കുന്ന കവിതയുമായിട്ട് എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് വെച്ച് പറയാം. ദെൻ എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള പദങ്ങളോ പ്രയോഗങ്ങളോ ഉണ്ടെങ്കിൽ അതും പറയാം. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ആസ്വാദനക്കുറിപ്പ്. അപ്പം മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരട്ടെ. അവിടെ മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം നമ്മൾ കവിതയുടെ പേര് എഴുതണം, കവിയുടെ പേര് എഴുതണം, പിന്നെ എന്തിനെ കുറിച്ചുള്ള കവിതയാണ്. അപ്പം നമ്മൾ കവിതയുടെ പേരും കവിയുടെ പേരും എഴുതിയതിനു ശേഷം ഇതൊരു നല്ല ഭംഗിയുള്ള പൂവിനെ കുറിച്ചുള്ള കവിതയാണ്. അപ്പൊ താമരയാണെങ്കിൽ പൂവിനെ കുറിച്ചുള്ള കവിതയാണ്. ഓക്കെ, അതായത് അപ്പൊ പ്രകൃതിനെ കുറിച്ചാണോ, അമ്മേനെ കുറിച്ചാണോ, സ്നേഹത്തിനെ കുറിച്ചാണോ, മഴ, പക്ഷികൾ, അങ്ങനെ എന്തിനെ കുറിച്ചാണോ പറയുന്നത് ആ കവിത അത് എഴുതാം. അതിനുശേഷം നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഭാഷ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുണ്ണി മാഷൊക്കെ ആണെങ്കിൽ വളരെ ലളിതമായ ഭാഷയാണ് അല്ലേ. ആൻഡ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിൽ വളരെ സാധാരണ ഭാഷയാണ് അല്ലേ. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഭാഷയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ഭാഷാ ശൈലിയുണ്ട്. അതെന്താണ് ആ കവിതയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കവിതയിൽ എന്ന് വെച്ചാൽ അത് എഴുതാം. ആൻഡ് ഇതിൽ മനോഹരമായിട്ടുള്ള, അതായത് പ്രത്യേക തരത്തിലുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാം. ഈ കവിത നമുക്ക് എന്തെങ്കിലും സന്ദേശം, എന്തെങ്കിലും ഗുണപാഠം അത് തരുന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായ ലൈൻസ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടമാവാനുള്ള കാരണം എന്തൊക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ് കഴിഞ്ഞു. ക്ലിയർ? അപ്പം മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതെന്താണ്, ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ്. ഓക്കെ, അപ്പൊ ഈ കവിത നോക്കിക്കേ, കൊങ്ങിണിപ്പൂക്കൾ എന്നാണ് കവിതയുടെ പേര്. എന്താണ്, കൊങ്ങിണിപ്പൂക്കൾ. ഓക്കെ, എന്താണ്, ഒരു പൂച്ചെടിയെ നട്ടുള്ളൂ, ഓരോ കൊമ്പും പൂത്തല്ലോ. അപ്പോൾ ഒരു പൂച്ചെടിയെ നട്ടുള്ളൂ, ഓരോ കൊമ്പും പൂത്തല്ലോ. രത്നക്കല്ലിൻ കമ്മലിപ്പോൾ മുറ്റത്തെങ്ങും പൂക്കാലം, പൂക്കൾ ഉണർന്നു ചിരിച്ചപ്പോൾ പൂമ്പാറ്റകളും വന്നല്ലോ. നാനാവർണ്ണ ചിറകുകളോടെ കാണാൻ കണ്ണിന് ഹരമോടെ ഒരു പൂച്ചെടിയെ നട്ടുള്ളൂ, ഓരോ കൊമ്പും പൂത്തല്ലോ. പൂവില്ലാത്തൊരു നാളില്ല,
അഴകിൻ വരികൾ കാണുമ്പോൾ ആനന്ദത്തിൻ പൊടിപൂരം, മാവേലിക്കും മാളൂർക്കും ആനന്ദത്തിൻ പൊന്നോണം, ഒരു പൂച്ചെടിയെ നട്ടുള്ളൂ മുറ്റത്തെങ്ങും പൂക്കാലം. അപ്പൊ ഇത് ആരുടെ കവിതയാണ്? ഡി വിനയചന്ദ്രന്റെയാണ്. അപ്പൊ നമ്മളുടെ പൂക്കാലം അല്ലെ, ഓണമൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ മാവേലിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. റെഡി? അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും? നമ്മളിത് ആസ്വാദനക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും? ആദ്യം നമ്മൾ കുങ്ങിണി പൂക്കൾ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും ഡി വിനയചന്ദ്രന്റെ ഒരു അതിമനോഹരമായ കവിതയാണ് കുങ്ങിണി പൂക്കൾ. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ഒത്തിരി പൂക്കളെ കുറിച്ചാണ് പറയുന്നത്. ഒരു പൂച്ചെടി കൊണ്ട് ഒരു വസന്തകാലം ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ പൂക്കളം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഈ പൂക്കൾ ഉപയോഗിക്കാം. ആൻഡ് ഒരു പൂച്ചെടിയിലൂടെ അവിടെ എന്ത് വന്നു? ആ പൂക്കൊമ്പ്, ആ ഒരു കൊമ്പ് മുഴുവൻ പൂക്കൾ വന്നു, അവിടെ പൂമ്പാറ്റ വന്നു, മാവേലിക്കും മാളൂർക്കും എല്ലാവർക്കും സന്തോഷമായി. ഇതൊക്കെ നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, ദാ മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പൂച്ചെടി കൊണ്ട്. അപ്പൊ നമ്മളിവിടെ ഹെഡിങ് എഴുതണം കേട്ടോ. ഇവരെന്ത് ചെയ്തിട്ടില്ല? ഹെഡിങ് എഴുതിയിട്ടില്ല. അപ്പൊ നമ്മളിവിടെ തുടക്കത്തിൽ എന്ത് എഴുതണം? തുടക്കത്തിൽ നമ്മൾ എന്ത് എഴുതും? കുങ്ങിണി പൂക്കൾ എന്ന് ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ പറയാ? ഡി വിനയചന്ദ്രന്റെ ഒരു അതിമനോഹരമായ കവിതയാണ് എന്ത്? കുങ്ങിണിപ്പൂക്കൾ. കവിതയാണ് കുങ്ങിണിപ്പൂക്കൾ. ഇത് പറയാൻ മറക്കരുത് കേട്ടോ. ഇത് ഓക്കെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് വരാം. നോക്കിക്കേ, ഒരു പൂച്ചെടി കൊണ്ട് പ്രകൃതി വസന്തം തീർക്കുന്ന കാഴ്ചയാണ് കവിതയിൽ കവി വർണ്ണിക്കുന്നത്. അതാ ഒരു പൂച്ചെടിയെ നട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ. ഇനിയോ, ഒരു പൂച്ചെടി മാത്രമേ നട്ടിരുന്നുള്ളൂ, എങ്കിലും അതിൽ ഓരോ ചില്ലയിലും നിറയെ പൂക്കൾ ഉണ്ടായി. അപ്പൊ ഒരു വസന്തം ഉണ്ടായി ഒരൊറ്റ പൂച്ചെടി കൊണ്ട്. രത്നക്കല്ലിന്റെ തീർത്ത കമ്മല് പോലെ അവ മുറ്റത്തെങ്ങും പൂത്തു നിന്നു. അപ്പൊ നമ്മുടെ പൂക്കളെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്തത്? രത്നക്കല്ല് പോലെയാണ്. ഓക്കെ, പൂക്കൾ വിടർന്നപ്പോൾ പൂമ്പാറ്റകളും എത്തി. മഴവില്ലിന്റെ വർണ്ണഭംഗിയോടെ കാണാൻ അഴകുള്ള പൂമ്പാറ്റ. അപ്പൊ പൂമ്പാറ്റനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്തത്? മഴവില്ലിനെ പോലെയാണ് താരതമ്യം ചെയ്തത്. ഒരു ചെടിയെ നട്ടുള്ളുവെങ്കിലും അതിൽ പൂവില്ലാത്ത നാളുണ്ടായില്ല. എല്ലാ ദിവസവും എന്തുണ്ട്? പൂക്കളുണ്ട്. അതിലെത്തുന്ന പൂമ്പാറ്റകളുടെയും എണ്ണത്തിനും കുറവുണ്ടായിരുന്നില്ല. അഴകു നിറഞ്ഞ ഈ പൂക്കളെയും പൂമ്പാറ്റകളെയും കാണുമ്പോൾ മാളൂർക്കും ഓണത്തിന് വിരുന്നെത്തുന്ന മാവേലിക്കും മനസ്സിൽ സന്തോഷം നിറയും. ഓക്കെ, അങ്ങനെ എന്നും പൂക്കാലം ഒരുക്കി ആ പൂച്ചെടി മുറ്റത്ത് അങ്ങനെ വിചാരിച്ചു. ഒരു ചെടി കൊണ്ട് ഒരു പൂക്കാലം തീർക്കുന്ന കുങ്ങിണി ചെടിയെ പോലെ എന്നും നന്മയുടെ വസന്തം വിതയ്ക്കുവാൻ നമുക്കും കഴിയണം. ഒരു സന്ദേശവും കണ്ടോ ഇവിടെ എന്തും പറഞ്ഞിട്ടുണ്ട്? ഒരു സന്ദേശവും കൂടെ തന്നിട്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ പറയാറില്ലേ, നമുക്ക് ആരുമില്ല, നമുക്കൊരു സന്തോഷമില്ല. നമ്മൾ ഒരാള് ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റണം. നമ്മളെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും എന്നും ആൾക്കാർ വരണം നമ്മൾ വാശി പിടിക്കണ്ട. നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുക. അപ്പൊ അതേപോലെയാണ് നമ്മുടെ ഈ ചെടി. ഈ ഒരൊറ്റ ചെടിയെ നട്ടുള്ളൂ. അപ്പൊ ആർക്കൊക്കെ സന്തോഷം കിട്ടി? നമ്മുടെ മുറ്റത്ത് എന്നും വസന്തം വന്നു, പൂമ്പാറ്റകൾ വന്നു, മാവേലി വന്നു, മാളൂരെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ എല്ലാവരും ഹാപ്പിയായി. അപ്പൊ അതേപോലെ ആവണം നമ്മളും എന്നാണ് ഒരു സന്ദേശം ഇവിടെ തരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റില്ലേ? ഒരു ഹെഡിങ്, ആരാണ് എഴുതിയത്, അതിൻ്റെ കുഞ്ഞു ആശയം, അതിന് എന്തെങ്കിലും ഭംഗിയുള്ള താരതമ്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി എന്താണ്, എന്താണ് സന്ദേശം, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഇത്ര എഴുതിയ പണി കഴിഞ്ഞു. ഇതെൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എഴുതില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ലൈവിൽ വരാൻ മറക്കരുത്. ലൈവിൽ നമ്മൾ ബാക്കി എല്ലാ ചോദ്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഓക്കെ.